എന്താ കുട്ടികളെ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല മാഷേ, ഞങ്ങളൊരു ചർച്ചയിലായിരുന്നു. ചർച്ചയോ? എന്ത് ചർച്ച? മാഷേ, ഇന്നലെ ഞങ്ങൾ കടയിൽ പോയപ്പോ മാംഗോ ബാറും ചോക്കോ ബാറും വാങ്ങിച്ചു. മാംഗോ ബാറിനാണ് ടേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു, ചോക്കോ ബാറിനാണ് ടേസ്റ്റ് എന്ന് അവളും പറഞ്ഞു. ഓ അങ്ങനെയാണോ? എന്നിട്ട് ഏത് ജയിച്ചു? ആരും ജയിച്ചില്ല മാഷേ. മാഷിന് ഏതാ ഇഷ്ടം? കുട്ടികളെ, എല്ലാം ആഹാരമല്ലേ. അത് ചോക്കോ ബാർ ആയാലും മാംഗോ ബാർ ആയാലും ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ് അത് ഇഷ്ടപ്പെടുന്നത്, അല്ലേ? എന്നാൽ നിങ്ങൾക്ക് ഇവിടേക്ക് ചരിത്രം അറിയാമോ? ചോക്കോ ബാറിനും മാംഗോ ബാറിനും ഉണ്ടോ ചരിത്രം? ആദ്യമായി കേൾക്കുക. അങ്ങനെയല്ല മക്കളെ, ഭൂമിയിൽ മനുഷ്യനുണ്ടാക്കിയ എല്ലാ വസ്തുക്കൾക്കും ഒരു ചരിത്രമുണ്ട്. നിങ്ങളുടെ ഈ മാംഗോ ബാറിനും ചോക്കോ ബാറിനും ഒക്കെ ഒരു ചരിത്രമുണ്ട്, അതും രസകരമായിട്ടുള്ള ഒരു കഥ. മാഷേ, അത് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? തീർച്ചയായും. ആ കഥ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പു മാഷ് പറഞ്ഞു തരും. അപ്പു മാഷെ, കുട്ടികൾക്ക് ആ ചോക്കോ ബാറിന്റെയും മാംഗോ ബാറിന്റെ ഒക്കെ കഥ ഇത് പറഞ്ഞു കൊടുത്താട്ടെ. പിന്നെ നമ്മളെ പറഞ്ഞു തരാമല്ലോ, നല്ല രസകരമായിട്ടുള്ള കഥ. 1905 സംഭവം. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു വൈകുന്നേരം വീടിന് വെളിയിൽ ഫ്രാങ്ക് എപ്പേഴ്സൺ എന്ന 11കാരൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാനീയം ഉണ്ടാക്കുകയായിരുന്നു. ഫ്രൂട്ട് ജ്യൂസിന്റെ രുചിയുള്ള പൊടിയും വെള്ളവും ചേർത്ത് രുചികരമായ പാനീയം ഉണ്ടാക്കുന്നതിനിടയിൽ എന്തോ ആവശ്യത്തിനായി എപ്പേഴ്സൺ വീടിനുള്ളിലേക്ക് പോയി. മഞ്ഞുകാലമായിരുന്നതിനാൽ അന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോയ എപ്പേഴ്സൺ താൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാനീയത്തിന്റെ വിവരം മറന്നുപോയി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ മാത്രമാണ് എപ്പേഴ്സൺ ആ കാര്യം ഓർമ്മ വന്നത്. ഉടൻ തന്നെ മുറ്റത്ത് വന്ന എപ്പേഴ്സൺ ആ കാഴ്ച കൊണ്ട് അത്ഭുതപ്പെട്ടു. രാത്രിയിലെ തണുപ്പിൽ പാനീയം തണുത്ത് ഐസായി മാറി. മാത്രമല്ല, അത് ഇളക്കാൻ ഉപയോഗിച്ച കോലിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കുകയുമാണ്. ആശ്ചര്യം തോന്നിയ എപ്പേഴ്സൺ അതെടുത്തുനിന്ന് രുചിച്ചു നോക്കി. ഗംഭീരമായ രുചി. അത് ഇഷ്ടപ്പെടുകയും അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സംഭവം കുഞ്ഞി എപ്പേഴ്സന്റെ മനസ്സിൽ പതിയുകയും ചെയ്തു. ഒടുവിൽ നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം 1922 ഈ ഓർമ്മ എപ്പേഴ്സന്റെ മനസ്സിൽ വീണ്ടും ഉണ്ടായി. എന്നാൽ ഇത്തവണ അതിന്റെ വിപണന സാധ്യതയാണ് അവൻ ചിന്തിച്ചത്. അധികം വൈകാതെ തന്റെ പേരിനോട് സാദൃശ്യപ്പെടുത്തി എപ്സിക്കിൾ എന്ന പേരിൽ കോൽ ഐസുകൾ എപ്പേഴ്സൺ വിപണിയിൽ ഇറക്കി. അത് എല്ലാവരും വാങ്ങുകയും സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. പിന്നീട് പ്രശസ്തമായ പോപ്സിക്കിൾ എന്ന പേരിൽ 1924 ജൂണിൽ പേറ്റന്റ് നേടിയ എപ്പേഴ്സൺ പല രുചികളിൽ തന്റെ അപ്രതീക്ഷിത കണ്ടുപിടുത്തം ഇറക്കുകയും വീണ്ടും വിജയിക്കുകയും ചെയ്തു. ഈ ചൂടുകാലത്ത് നമ്മളിൽ പലരും കഴിക്കുന്ന ഇന്നത്തെ ചോക്കോ ബാറിന്റെ മുൻഗാമികളിൽ പ്രധാനിയാണ് പോപ്സിക്കിൾ. അപ്പൊ ഇതാണ് ചോക്കോ ബാറിന്റെ മാംഗോ ബാറിന്റെ ഒക്കെ കഥ. നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കേ, ഒരുപക്ഷെ ഇത്തരം ചില അപ്രതീക്ഷിത കണ്ടെത്തലുകൾ നിങ്ങളൊന്നും നടത്തിയിട്ടുണ്ടാവില്ലേ? ഭാവിയിൽ ഈ ആശയങ്ങളായിരിക്കും നിങ്ങളെ സഹായിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ഓർത്തു വെച്ചു. അടുത്തൊരു കഥയുമായി നമുക്ക് ഉടനെ തന്നെ